എന്താണ് ജലദോഷം? ജലദോഷം എന്ന് പറഞ്ഞ ഇവിടുന്ന് മരുന്നൊന്നും എടുത്ത് തരാൻ പറ്റില്ല. ജലദോഷം പല കാരണം കൊണ്ടുണ്ടാവൂലേ. എന്താ നിങ്ങൾ ആ വായം തുറക്കി നാക്കൊന്ന് നിന്നിട്ട് അടക്കി കൈയും കാലും വേദന എന്തെങ്കിലും ഉണ്ടോ? കയ്യും കാലൊന്നും ഇപ്പൊ വേദന ഒന്നുമില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് മരുന്ന് എഴുതി തരാം. അത് കൊണ്ടുപോയി കഴിക്കും. ഇത് എപ്പോഴൊക്കെ കഴിക്കേണ്ടത്? അത് ഞാൻ പറഞ്ഞുതരാം. അതാ സാധനം തുറക്കി അങ്ങനെ പറഞ്ഞത് നിങ്ങൾ. അല്ല എപ്പോഴൊക്കെ കഴിക്കണം? കഴിക്കണം നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന സമയം പോലെ കഴിക്കും. എപ്പോഴാ സൗകര്യപ്പെടുക? എപ്പോഴും പറഞ്ഞ പോലെ കഴിക്കുക. അതിപ്പോ എന്താ പണി? ഇപ്പൊ കൃഷിപ്പണിയാണ്. അപ്പൊ പണിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു 2 എണ്ണം കഴിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കഞ്ഞി കുടിക്കാൻ കയറില്ല അതിനിടയ്ക്ക്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ കുറച്ച് എന്തെങ്കിലും 2 തന്നെ. അതാ അപ്പൊ കഴിക്കാം. അതിന് ഭക്ഷണം കഴിച്ചിട്ടാണ് കഴിക്കേണ്ടത് അതോ അതിന് മുമ്പ് കഴിക്കണോ? ഇത് 3 നേരം, ഇത് 2 നേരം, ഇത് ദിവസത്തിൽ 1 കഴിക്കാവൂ. അതാണ് ഒന്ന് എഴുതിക്കോട്ടെ. ആർക്കും പണിക്ക് പോണ ആൾക്കാരാണ്. അവരുടെ അടുത്ത് കണ്ണി കണ്ടൊക്കെ എഴുതി കൊടുത്താൽ അവർക്ക് തെറ്റും. നിങ്ങൾക്ക് സൗകര്യം പോലെ എങ്ങനെയാ വെച്ചാൽ കഴിക്കും. കഴിക്കണം മാത്രം. എത്ര പൈസ? അതിന് നോക്കണം. 1 മിനിറ്റ്. 450 റുപ്യ. 450. ഓ അപ്പൊ 20 റുപ്യ ബാക്കിയുണ്ട് അല്ലേ? ഒരു കാര്യം ചെയ്യും. ജലദോഷമാണല്ലോ, ഇതറിഞ്ഞ കയ്യിൽ വെച്ചോ. പിന്നെ കുട്ടികൾക്കേ വീട്ടിൽ കുട്ടികൾക്കും തിന്നാ നിങ്ങൾക്കും വേണമെങ്കിൽ കഴിക്കാം. ഇതെന്താ ചെയ്യാ? അത് മുഖത്ത് വയ്ക്കുക. അപ്പൊ മുഖത്ത് വയ്ക്കല്ലേ? വെച്ചാ അത് മറ്റുള്ള ആൾക്കാർക്ക് ജലദോഷം പകരാണ്ടിരിക്കാനേ. അപ്പൊ ശരി ശരിയായി. ചേട്ടാ ഇങ്ങനെയൊന്നും മരുന്ന് കൊടുക്കാൻ പാടില്ല. പിന്നെ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വേണ്ടേ? ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വേണം. കുട്ടി പ്രാന്താണ് നിനക്ക്. ഞാൻ വർഷങ്ങളായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് മരുന്നൊക്കെ എടുത്ത് കൊടുക്കാറ്. അതല്ല, ഞങ്ങൾ പഠിക്കുമ്പോ തന്നെ ആദ്യം പറഞ്ഞേക്കണം അതാ, നമ്മൾ സ്വയം ചികിത്സിക്കരുതെന്ന്. നീ വലിയ പഠിപ്പൊന്നും പറയണ്ട. നീ ഡിഫാം പാസ്സായി ഒന്നും വിചാരിക്കേണ്ട. നീ തോറ്റാളാണ്. ഇവിടെ ഞാൻ പണിക്ക് നിർത്തി തന്നെ നിന്റെ സൗകര്യം എന്ന് വിചാരിച്ചത്. വലിയ വർത്താനം പറയാൻ നിൽക്കണം. ഞാൻ ഇവിടെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ കൊടുക്കുന്നത്. അയാൾക്ക് എന്തെങ്കിലും പറ്റിയ അപ്പൊ ഡോക്ടർമാരെ എഴുതിയിട്ട് കഴിക്കുമ്പോൾ എന്തെങ്കിലും പറ്റിയാലോ? അത് കുഴപ്പമില്ല. എക്സ്പീരിയൻസ് ആണ്. അത് മനസ്സിലാക്കുക. നീ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 6 മാസമായല്ലോ. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ പഠിക്കും. നീ ആ മരുന്നിന്റെ പേരുകൾ പഠിക്കാതെ വർത്താനം പറയാൻ നിൽക്കണം. ശരി പോയി. ഇതില് എഴുതിയ മരുന്ന് വേണം. ഞാൻ നോക്കാം ചേട്ടാ. ചേട്ടാ ഞാൻ വായിച്ചു തരാം. എന്താ ഈ കുട്ടി ഒരു കാര്യം നോക്കാൻ സമയത്ത് വായിക്കാൻ പറ്റാത്തോണ്ടല്ലേ. നീ പോട്ടെ മരുന്ന് എടുക്ക്. വേറെ വേണ്ടാതെ നിൽക്കാണ്. നമ്മളത്ര കാലമായിട്ട് നിൽക്കാണ് ഇവിടെ. നിങ്ങൾ വായിച്ചു നോക്കി. ഡയോലിനാണ്. അതിന്റെ ഇടയ്ക്ക് എന്തോ പാന് തെറ്റിപ്പോയതാന്നുണ്ട്. ഡയോലിനാണ്. ആ ഡയോലിന് എടുത്ത് കൊടുക്ക്. ഡയോലിന് എടുത്ത് കൊടുക്ക്. ഡയോലിൻ ശരി തന്നെയാണ്, തെറ്റിട്ടൊന്നുമില്ല. എന്താ 2 മരുന്ന് എഴുതിയുണ്ട് അതിൻ്റെ അകത്ത്? അല്ല, ഞാനിത് ആ ഡോക്ടറിന്റെ എഴുത്ത് ഇങ്ങനെ ഒന്ന് നോക്കായിരുന്നേ. ഓപ്പറ ശൈലി ഇടയ്ക്ക് മാറുന്നുണ്ട്. എഴുത്തൊക്കെ അങ്ങനെ തന്നെയാണ്. ആണല്ലോ. ഓ കഴിക്കേണ്ടതിൽ എഴുതിയിട്ടുണ്ട്. 489 റുപ്യ 85 പൈസ. 499 85. 99 85. അപ്പോൾ ബാക്കി 15 ദിവസം ഉണ്ടാവില്ലേ? ബാക്കി 15 ദിവസം ഉണ്ട്. 500 15 ദിവസം ഉണ്ടാവില്ലേ ബാക്കി? എന്താ കേട്ടത്? 15 പൈസ ധർമ്മക്കാരും കൂടി എടുക്കില്ല. ധർമ്മക്കാരെടുക്കൂല, പക്ഷെ നമ്മളെടുക്കും. വേണ്ട, നമ്മൾ ചോദിച്ചതാ. ഓട്ടെ, ഞാൻ പിന്നെ 500 ആക്കിയാൽ മതിയെ. നിങ്ങൾ 499 85 ആക്കേണ്ട കാര്യമില്ലല്ലോ. കൊണ്ടുപോയി കഴിക്കാൻ നോക്കി. മരുന്ന് തന്നെയല്ലേ? മരുന്ന് അത് തന്നെയാണ്. അതിനാണ് അത് എന്തോ ഏത് ഡോക്ടറെ തന്നത്? ഇത് നമ്മള് മറ്റേ വളവിലെ തടിച്ചേ മന്മതേ. അതാണ് സംഭവം. ആ ചങ്ങാതി എഴുതുമ്പോ ഒക്കെ അങ്ങനെ തന്നെയാണ്. ഒന്ന് വലിച്ചു നീട്ടിട്ട് എഴുതുള്ളൂ. ശരി. എന്താ ഈ ആൾക്ക് ഷുഗർ ഉണ്ട് അല്ലേ? ഷുഗർ ഇല്ലാത്ത ആരപ്പുള്ള എല്ലാവർക്കും ഷുഗർ അല്ലേ? ഞമ്മക്കുണ്ട് ഷുഗർ 150. ആർക്കാണ് വീട്ടില്? നമ്മളെ മെമ്പറിന്റെ വീട്ടിന്റെ അപ്പുറത്തുള്ള സത്യശീലെ ശ്യാമള ഭാര്യ തടിച്ചിട്ട്. ശ്യാമള കുഴപ്പമൊന്നുമില്ല. അത് തന്നെയാണ് സംഭവം. കഴിച്ചാൽ മതി. ശരി ശരി കഴിക്കും. ശരിക്കും
ആ ടാബ്ലറ്റ് തന്നെ ആയിരുന്നോ? എന്താണ് ഇപ്പൊ എനിക്ക് അറിയാത്തതാണ്. ഞാൻ കാലത്ര ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ചേട്ടനൊരു സംശയമുള്ള പോലെ എനിക്ക് തോന്നി. നീ അങ്ങനെ സംശയിക്കാൻ നിൽക്കണ്ട. എനിക്ക് അറിഞ്ഞത് തന്നെയാണ് ഞാൻ ചെയ്യണത്. പിന്നെ ചില ഡോക്ടർമാർ കഴിക്കുന്നൊന്ന് അങ്ങോട്ട് കൂടെ ഒന്ന് മാറിപ്പോകും. അത് നമ്മൾ മനസ്സിലാക്കണം. വേറെ വല്ല മരുന്നും കഴിച്ചാ രോഗി അങ്ങ് തട്ടിപ്പോകും. നീ ഇവിടെ ആളുകളെ കൊല്ലാൻ നടക്കണം കുട്ടി. എന്താ നീ വന്നവരെ ഇങ്ങനെ തട്ടിക്കളയുന്നത്? എന്തൊരു കഷ്ടമാണിത്. ഡയോലി അതന്നെയാണ് ഡയോലി. ഇപ്പോഴും ആ സംശയം മാറിയിട്ടില്ല. സംശയം മാറുമെന്ന് പറഞ്ഞ പിന്നെ എഴുതി തച്ച് ഞാൻ തച്ചുന്നത് എഴുതി തന്നെ എടുത്തു കൊടുക്കുക. ഇതെന്തൊരു കഷ്ടമാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്താ ഒരു വര പോലെ എന്തെന്ന് കണ്ടൊരു വൈ പോലെയാ എന്തൊരു സാധനം ഉണ്ട്. പക്ഷെ ഡയോലിനാണ്. അതല്ലാണ്ട് അങ്ങനെ എഴുത്ത് വരില്ല വേറെ ഇവിടെ.